ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ശൈത്യ ഔട്ടായിരിക്കുകയാണ്. പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ എല്ലാം ഉള്ളതായിരുന്നു. ഇപ്പോഴത്തെ പ്രൊമോ എനിക്ക് തോന്നുന്നു നേരത്തേക്കായിരുന്നു പ്രൊമോ പറ്റിയൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രൊമോയ്ക്കകത്തെല്ലാം ഉള്ളത് തന്നെയാണ് കാണിക്കുന്നത്. കൺഫെൻഷൻ റൂമിൽ പോകുന്നു, രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളാണ് ഹഗ് ചെയ്യണം, അതുപോലെ കെട്ടിപ്പിടിച്ച് കരയണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ടീമും അതുപോലെ ലാലേട്ടനൊക്കെ ശൈത്യയ്ക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ അതൊന്ന് മാറാൻ. എന്നിട്ട് പോലും പുള്ളിക്കാരി അത് മാറ്റാനെ കൊണ്ട് പുള്ളിക്കാരി തയ്യാറായില്ല. ഇത് മാറ്റാനുള്ള ഒരു ഇത് കാണിച്ചില്ല. അവിടെ കൺവെൻഷൻ റൂമിൽ പോയപ്പോഴും അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നീ എന്നെ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഓക്കെ അതിലൂടെ ഞാൻ വരാം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെ ഇവർക്ക് കിട്ടിയൊരു അവസരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. പക്ഷേ ഇവർ ആ ആ കൺവെൻഷൻ റൂമിൽ ശൈത്യയ്ക്ക് പറ്റിയ തെറ്റ് തുറന്ന് സമ്മതിച്ച് അനുമോളെടുത്ത് സോറി പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ശൈത്യയ്ക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇറങ്ങായിരുന്നു. പക്ഷേ ഇവരെ തെറ്റെന്താണെന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുമില്ല. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവർ അംഗീകരിക്കുന്നുമില്ല. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കറിയാം അനുമോളെ കൂടെ നടന്നിട്ട് കാലുവാരി പരിപാടിയാണ് ഇവർ കാണിച്ചത്. പിറവിന്ന് കട്ടപ്പയുടെ അതേ സ്വഭാവമല്ലേ കാണിച്ചത്, അത് ജനങ്ങൾക്കറിയാം. അപ്പം ലാലേട്ടൻ ഇവർ ഔട്ടായി പുറത്തു വന്നതിന് ശേഷം ലാലേട്ടൻ ഇവരടുത്ത് പറയുന്നുണ്ട് എന്താണ് ശൈത്യയ്ക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം എന്തെന്നറിയോ, എനിക്ക് പിന്നെയാണ് മനസ്സിലായത്, എനിക്ക് കഴിഞ്ഞ ആഴ്ച മൊത്തം ഞാൻ ഡൗൺ ആയിരുന്നു, അനുമോളെ കൂടെ ഒരു നിഴലായിട്ട് നടന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. അതിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നാണ് ശൈത്യ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ കൂടെ നടന്നുകൊണ്ടാണ് ശൈത്യ ഇപ്പം എവിക്റ്റ് ആയത്. അനുമോളെ കൂടെ നിഴലായിട്ട് നടക്കരുതായിരുന്നു, നടന്നുകൊണ്ട് മാത്രമാണ് അനുമോളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ശൈത്യയ്ക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കാഞ്ഞതും ശൈത്യയെ എടുത്ത് പുറത്ത് കളഞ്ഞതെന്നാണ് ശൈത്യ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് നമുക്കേ അറിയൂ അല്ലേ. ശൈത്യ അനുമോളെ കൂടെ നടന്നിട്ട് കാല് വരുന്ന കട്ടപ്പയുടെ സ്വഭാവം കാണിച്ചുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ അവിടെ ഈ ശൈത്യയെ പിടിച്ച് പുറത്ത് കളഞ്ഞതെന്ന് ജനങ്ങൾക്കറിയാം. ഇനി അവരെന്തായാലും ഔട്ടായല്ലോ, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് എപ്പിസോഡെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ ഔട്ടായെന്ന്. പക്ഷേ ഇവർക്കൊരു ചാൻസ് കിട്ടിയതാണ്, ഒരു ചാൻസ് അല്ല, കഴിഞ്ഞ ആഴ്ച മൊത്തം ചാൻസ് കിട്ടിയതാണ്. ഈ ഒരു പ്രശ്നം അത് പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് അനുമോളുമായിട്ട് ഓക്കെ ആയി മുമ്പോട്ട് വരാൻ ഇവർക്കൊരു ചാൻസ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇവരൊരു നെഗറ്റിവിറ്റി മാറിയേനെ. പക്ഷേ ഇനി ആ ഒരു നെഗറ്റിവിറ്റി മാറുമെന്ന് തോന്നുന്നില്ല. കാരണം ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് പോലും ഇവർ പറഞ്ഞെന്താണ്, ഈ ശൈത്യ പറയുവാണ് ഞാൻ അനുമോളെ നിഴലായിട്ട് നടന്നെയാണ് ലാലേട്ട എനിക്ക് പറ്റിയ അബദ്ധമെന്ന്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കുമോ? ഇല്ല, ഉറപ്പായിട്ടും അംഗീകരിക്കത്തില്ല. 100% ഉറപ്പായിട്ട് പറയും. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ പറ, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ലാലേട്ടൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ശൈത്യ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ശൈത്യ പറയാം ലാലേട്ട ഞാൻ അനുമോളുടെ നിഴലായിട്ട് നടന്നുകൊണ്ടാണ് എന്നെ ജനങ്ങൾ എടുത്ത് കളഞ്ഞതെന്നാണ് ശൈത്യ പറയുന്നത്. ഓക്കെ, അത് അവർ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ സത്യാവസ്ഥ അവർക്ക് കാര്യം മനസ്സിലാക്കിക്കോളും. അത് ജനങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അവർക്ക് എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാക്കിക്കോളും. പക്ഷേ സമ്മതിക്കുന്നില്ല ശൈത്യ, അതാണ് അവർക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് അവർ സമ്മതിക്കുന്നില്ല. പിന്നെ ഇപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനിക്ക് കിട്ടിയ പനിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചത്തെ എവിക്ഷനകത്ത് പുള്ളിക്കാരി ഉണ്ട്. അതുപോലെ പുള്ളിക്കാരിക്ക് കൊണ്ടുവന്ന പെട്ടിയും പ്രമാണമൊക്കെ ഇല്ലേ, അത് പുള്ളിക്കാരിക്ക് കിട്ടണമെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പ് സെറ്റുകളും കിട്ടണമെങ്കിൽ അത് ബിഗ് ബോസ് പറയുന്ന സമയത്തേ കിട്ടും. ബിഗ് ബോസ് തീരുമാനിക്കും അത് കൊടുക്കണോ വേണ്ടെന്ന്. 2 ആഴ്ചത്തെ എവിക്ഷനകത്ത് ഡയറക്റ്റ് പുള്ളിക്കാരെ പിടിച്ചിട്ടേക്കുക. മസ്താനി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം മസ്താനിയെ പുറത്തെടുത്ത് കളയാനെ കൊണ്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ മസ്താനി കുറച്ച് ഒരാഴ്ച കൊണ്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. മസ്താനിക്കാലും കുറേ വിഷങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ടീമിനെയൊക്കെ പാവട ടീമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനെയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ മസ്താനി എടുത്ത് കളയുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. കാരണം മസ്താനി സംസാരിക്കാനും അതുപോലെ അങ്ങനെ കുറച്ച് ഒരു ഇതുള്ളൊരു പ്ലെയറാണ് മസ്താനി. അപ്പം എന്തുകൊണ്ടും മറ്റേ പാവട ടീമിനെക്കാളും ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നിയത് മസ്താനിയാണ്. പുള്ളിക്കാരി ഒരാഴ്ച കൊണ്ട് നിൽക്കട്ടെ, എങ്ങനെ ഉണ്ട് പുള്ളിക്കാരിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ വന്ന ഉടനെ പുള്ളിക്കാരി എടുത്ത് തൂക്കി കളഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്താണ് അവിടെ കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും പുള്ളിക്കാരി എന്തായാലും ആക്റ്റീവാണ്, അത് വേറെ കാര്യം, മറ്റുള്ളവരെ പോലെ ഒന്നുമല്ല. അപ്പം അതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് വോട്ട് ചെയ്യുക. എന്തായാലും പുള്ളിക്കാരി 2 നോമിനേഷനിൽ വന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് പുള്ളി എടുത്തിട്ടേക്കുവാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കൺവെൻഷൻ റൂമിലോട്ട് പോകാൻ പറയുമല്ലോ, അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട്
സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും സുഹൃത്തുക്കളായിട്ട് പിരിഞ്ഞിട്ടുള്ള ആൾക്കാരുമാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്ത് സോൾവ് ആക്കാമെന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനും ജിസേലും ചെന്നിട്ട് ആര്യൻ ജിസേലിൻ്റെ അടുത്ത് പറയുവാണ്, ജിസേൽ നീ പോയാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ നല്ലോണം നിൽക്കണം, നീ നല്ലൊരു പ്ലെയർ ആണ്, നീ നല്ലൊരു ഗെയിമറാണ്, നിന്റെ കുറച്ച് ഗെയിമിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞിട്ട് അപ്പോഴേ അവർ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ അനുമോളും അതുപോലെ ശൈത്യയും വരുന്നത്. അപ്പം ശൈത്യ വന്ന ഉടനെ പറയുന്നുണ്ട്, നീ എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്ത, നീ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം നീ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, എടുക്കുന്നില്ല, നീ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹെർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ശൈത്യയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശൈത്യ പറയുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട്, നിനക്കത് തോന്നുന്നയാ, ഞാൻ വൈൽഡ് കാർഡിൻ്റെ കൂടെയൊന്നുമല്ല, ഞാൻ ഇവിടെ എല്ലാവരുമായിട്ടും ഈക്വലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എല്ലായിടത്തും ഒരുപോലെ സംസാരിക്കുന്നുണ്ട്, നിനക്കത് തോന്നുന്നതാണെന്നൊക്കെ പറഞ്ഞ് അനുമോളും പറയുന്നുണ്ട്. എന്നിട്ട് അനുമോള് ഞാൻ ഒരു ഹഗ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ കിസ് കൊടുക്കുന്നുണ്ട്. അത് കൺഫഷൻ റൂമിൽ നിന്ന് വെളിയിറങ്ങി കഴിഞ്ഞിട്ടും അനുമോൾ അങ്ങോട്ട് ചോദിച്ച് പറയുവാണ് ഹഗ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഹഗ് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവർ വെളിയിൽ വരുന്നു. ഇവർ വെളിയിൽ വന്ന് ഇരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ പറയുന്നത് ശൈത്യ എവിക്റ്റഡ് എന്ന് പറയുന്നു. അപ്പം എന്തായാലും സംഭവം ഈ ശൈത്യയുടെ തെറ്റ് പുള്ളിക്കാരി തിരുത്താൻ തയ്യാറായില്ല. പുള്ളിക്കാരി തിരുത്തി കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് കുറച്ച് പോസിറ്റീവായിട്ട് ഇറങ്ങായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു തെറ്റ് തിരുത്താതെ വെളിയിൽ വന്ന് ഫ്ലോറിൽ വന്നിട്ടും വീണ്ടും അതിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. ഞാൻ അനുമോളെ നിഴലായിട്ട് നിന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് പിന്നെയും ഇവർ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം അനുമോളുമായിട്ട് കൂടെ നടന്നിട്ട് അനുമോള് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്നിട്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ അനുമോളുടെ അടുത്ത് കൺവെൻഷൻ റൂമിൽ പറയുവാണ്, ഞാൻ നിന്റെ ഒരു കാര്യവും വേറെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവർ അത് തന്നെയാണ് പറയുന്നത്. അവിടെ ഉള്ള പല ആൾക്കാരടുത്തും പറയുന്നത് നമ്മൾ കണ്ടതാണ് ലൈവിനകത്ത്. അപ്പോൾ ഇവർക്ക് പറ്റിയ തെറ്റ് ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുമില്ല. എന്നാൽ ഔട്ടായി ഇറങ്ങുന്ന ആ സമയത്തെങ്കിലും അനുമോളുടെ അടുത്തൊന്ന് പറയാം, ഞാൻ ഇത് പറഞ്ഞായിരുന്നു, ഇന്ന ആളെടുത്ത് പറഞ്ഞായിരുന്നു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, നീ ക്ഷമിക്കണം, സോറി, ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് നീ എടുക്കണം എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിയായിരുന്നെങ്കിൽ അതിനൊരു ഇതുണ്ടായിരുന്നു, ഒരു മര്യാദ ഉണ്ടായിരുന്നു, ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തന്നെ അല്ലേ. ഇനി അവർക്ക് കിട്ടിയ ആ ഒരു പേര് മാറുമോ? ഇവർ എവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയാലും അതിൻ്റെ താഴെ കൊണ്ടിട്ട് ആൾക്കാർ കട്ടപ്പ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. 100% ഉറപ്പാണ്. കിട്ടിയ ചാൻസ് അവർ കളഞ്ഞു കുളിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് ഇവർക്കൊരു ചാൻസ് കിട്ടിയതായിരുന്നു. ബിഗ് ബോസ് കൊടുത്തതാണ്. ഇപ്പോൾ ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്കൊരു ചാൻസ് നമ്മൾ കൊടുക്കുവാണ് സംസാരിക്കാം, പരസ്പരം സംസാരിച്ച്, കാരണം പോവുകയാണല്ലോ. അവർക്ക് BB ടീമിന് ഓൾറെഡി അറിയാം. അങ്ങനെയെങ്കിലും അവർ നെഗറ്റീവ് ഒന്നും മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ചാൻസ് കൊടുത്തത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അപ്ഡേറ്റ് ചെയ്യാം. സീ യു, ഗുഡ് നൈറ്റ്.